സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഈശോ നമ്മുടെ തൊട്ടരികിലുണ്ട്. നമ്മൾ ഈ ദിവ്യകാരുണ്യത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ ദൈവം തൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മളെ കാണുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിലെ വികാര വിചാരങ്ങളും സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും തകർച്ചകളും ഉത്കണ്ഠകളും ആകുലതകളും ഭയങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ 2025 നമ്മൾ കടന്നിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി ഈ വർഷത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2025 ആദ്യത്തെ ഈ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. ഈ വർഷം മുഴുവനും അനുഗ്രഹത്തിൻ്റെതായി മാറാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരു പ്രത്യേകമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യുദ്ധത്തിൻ്റെ ഭീഷണികളുണ്ട്, മഹാമാരികളുടെ ഭീഷണികളുണ്ട്, രോഗങ്ങൾ പടരുന്നതിൻ്റെ ഭീഷണിയുണ്ട്. ഇവിടെയെല്ലാം ഈശോയുടെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ദേശത്തും സ്വദേശത്തും വിദേശത്തുമുള്ളവർക്ക് ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മനസ്സമേറ്റും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, 2025 ആദ്യത്തെ ചൊവ്വാഴ്ച നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം കൂടുതൽ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിലൂടെ ഉത്തമമായ പൂർണ്ണമായ എല്ലാ ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ എല്ലാ ദാനങ്ങളും അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ മനുഷ്യരായി നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: ആ ദൈവത്തിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, ഉത്തമമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, പൂർണ്ണമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് നമ്മൾ അംഗീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ അനുഗ്രഹദാതാവായ ദൈവം നമ്മളിൽ കൂടുതൽ സംപ്രീതനായി നമ്മളിൽ കൂടുതൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവത്തിന് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും നന്ദി പറയാനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ദേവാലയങ്ങൾ പാടുന്ന മനോഹരമായ ഒരു ഗാനം. ആ ഗാനം തുടങ്ങുന്നത് നൗ താങ്ക് വി ഓൾ അവർ ഗോഡ്. ദൈവത്തിന് നമുക്ക് ഇപ്പോൾ നന്ദി പറയാം. ഈ മനോഹരമായിട്ടുള്ള ഗാനം വർഷങ്ങൾക്ക് മുമ്പേ രചിച്ചതാണ്. അതെഴുതിയത് ഒരു പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനാണ്. അദ്ദേഹം അതെഴുതുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടൊരു സാഹചര്യമാണ്. 1600കളിൽ യൂറോപ്പിൽ പല യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് മനുഷ്യർ വലിയ പ്രതിസന്ധികളിലൂടെയും സങ്കടങ്ങളിലൂടെ കടന്നു പോവുക. അങ്ങനെ ഒരു 30 വർഷങ്ങൾ, 30 years of war, 30 വർഷം, യുദ്ധങ്ങളുടെ 30 വർഷങ്ങൾ എന്നാണ് ആ 30 വർഷങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ആ സമയത്ത്
ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നത്. അവിടെ ഐലൻബർഗ് എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ടായിരുന്നു. ആ പട്ടണം വളരെ സുരക്ഷിതമായിരുന്നൊരു പട്ടണമായിരുന്നു. മതിൽക്കെട്ടുകളുള്ള വളരെ സുരക്ഷിതമായൊരു പട്ടണമായിരുന്നതുകൊണ്ട് മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ഈ പട്ടണത്തിലേക്ക് വന്നു. അങ്ങനെ ഈ പട്ടണം നിറഞ്ഞ് കവിഞ്ഞ് അവിടെ ഭക്ഷണക്ഷാമമുണ്ടായി. ഭക്ഷണക്ഷാമം ഉണ്ടാവുകയും തുടർന്ന് അവിടെ പ്ലേഗ് രോഗം ബാധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ആയിരങ്ങൾ മരിച്ചുപോയി. ആയിരക്കണക്കിന് മനുഷ്യർ പ്ലേഗ് വന്ന് മരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരും മരിച്ചുപോയി, ഒരാൾ ഒഴികെ. അത് ഈ പുരോഹിതനാണ്, മാർട്ടിൻ റിങ്കാട്ട് എന്ന് പറയുന്ന ഈ പുരോഹിതൻ ഒഴികെ മറ്റെല്ലാവരും മരിച്ചുപോയി. അപ്പോൾ ഈ പുരോഹിതന് ദിവസവും അനേകം മൃതസംസ്കാരങ്ങൾ നടത്താനുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം 5000 പേരുടെ മൃതസംസ്കാരം നടത്തി. ഒരു വർഷത്തിൽ 5000 പേരുടെ മൃതസംസ്കാരം നടത്തണമെങ്കിൽ ഒരു ദിവസം 10-12 പേരുടെ മൃതസംസ്കാരം നടത്തണം. അങ്ങനെ ഒരു വർഷം ഇത്രയിലധികം പേരുടെ മൃതസംസ്കാരം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടക്കം മൃതസംസ്കാരം നടത്തിയിരുന്ന ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഇദ്ദേഹം, മാർട്ടിൻ റിങ്കാട്ട് എന്ന് പറയുന്ന ഇദ്ദേഹം വേദനയുടെ തീച്ചൂളയിൽ നിന്ന് എഴുതിയ മനോഹരമായ ഗാനമാണ്. നമുക്ക് ഈ കാലത്തെ ഓർത്ത്, ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനത്തിൽ അദ്ദേഹം ആ വേദനയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നമുക്ക് ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം, നമുക്ക് ശബ്ദം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം, നമുക്ക് വാക്കുകൾ കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ മാർട്ടിൻ റിങ്കാട്ട് എന്ന് പറയുന്ന ദൈവ പുരോഹിതന്, ദൈവ മനുഷ്യന് ഇത്രയും സഹനങ്ങളുടെയും തകർച്ചകളുടെയും മധ്യേ ഇങ്ങനൊരു ഗാനം എഴുതുവാൻ ദൈവം പ്രചോദനം നൽകിയത്? കാരണം ജീവിതത്തിലെ ഏതവസ്ഥയിലും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും, ഇടപെടലുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളുണ്ട്, സന്തോഷമുണ്ട്, അനുഗ്രഹമുണ്ട്, ദുഃഖങ്ങളുണ്ട്, ആകുലതകളുണ്ട്, ഉത്കണ്ഠകളുണ്ട്. ചില ആളുകൾ പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്? അപ്പോൾ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോട്ട ഡിവൈൻ മിനിസ്ട്രിയുടെ ആദ്യ നാളുകളിൽ ബഹുമാനപ്പെട്ട മാത്യു നാക്യമറച്ചന്റെ പ്രസംഗങ്ങളിൽ 10,000ങ്ങളും 20,000, 50,000 ആളുകളൊക്കെ പങ്കെടുക്കുന്ന കൺവെൻഷനുകളിൽ അച്ഛൻ എല്ലാവരോടും പറയുമായിരുന്നു, നിങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവിൻ, നിങ്ങളുടെ തകർച്ചകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവിൻ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രതിസന്ധികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവിൻ. അന്ന് നവീകരണ പ്രസ്ഥാനവുമായിട്ട് അധികം പരിചയമില്ലാത്ത പലരും ചോദിച്ചു, എന്താണ് ഈ അച്ഛന് സംഭവിച്ചത്? അച്ഛൻ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട്? അച്ഛൻ എന്തുകൊണ്ടാണ് രോഗത്തെ ഓർത്ത് സ്തുതിക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് അച്ഛൻ തകർച്ചകളെ ഓർത്ത് സ്തുതിക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് അച്ഛൻ പ്രതിസന്ധികളെ ഓർത്ത് സ്തുതിക്കാൻ പറയുന്നത്? പക്ഷേ അച്ഛനിലൂടെ ദൈവം സംസാരിച്ച കാര്യങ്ങൾ വിശ്വസിച്ച് രോഗങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചവർക്കും, തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചവർക്കും, പ്രതിസന്ധികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചവർക്കും കൃപ നിറഞ്ഞ് അവർ വലിയ അനുഗ്രഹീതരായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ബഹുമാനപ്പെട്ട മാത്യു നാക്യമറച്ചനിലൂടെ ആരംഭിച്ച പോട്ട ഡിവൈൻ മിനിസ്ട്രി ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1045 ധ്യാന കേന്ദ്രങ്ങളായിട്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ്. കാരണം തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, അങ്ങനെ സ്തുതിക്കുമ്പോൾ ദൈവകൃപ ഒഴുകുമെന്ന് അച്ഛൻ എല്ലാവരെയും പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങനെയുള്ള ഒരു ധ്യാന കേന്ദ്രം നമ്മുടെ ആസാമിൽ ഗുവാഹട്ടിയിലുള്ള ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ പോയിരിക്കുകയായിരുന്നു.
അവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്, അവിടെ നിന്നുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനുള്ള ഒരു ധ്യാനമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. 6 പൂർണ്ണ ദിവസങ്ങൾ ഗോഹാട്ടിയിലെ ആർച്ച് ബിഷപ്പും അവിടുത്തെ റിട്ടയർഡ് ആയിട്ടുള്ള ആർച്ച് ബിഷപ്പ് അവരെല്ലാവരും വന്ന് സഹകരിച്ച് അനുഗ്രഹിച്ചൊരു ധ്യാനമായിരുന്നു. പ്രാർത്ഥിച്ച് നിങ്ങൾക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ പടർന്നു ചെന്നത് തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾ എന്തോർത്താണ് ദൈവത്തിന് നന്ദി പറയുന്നത്? ഞങ്ങളുടെ കടബാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ രോഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഞങ്ങൾ പിന്നെ എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1 ലേഖനം 5:18 വചനം ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി വരണം. എല്ലാ നന്മകളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ കഴിവുകളുടെ, മനുഷ്യൻ്റെ സൗന്ദര്യത്തിൻ്റെ, മനുഷ്യൻ്റെ ബുദ്ധിയുടെ, നേട്ടങ്ങളുടെ ഒക്കെ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് മനുഷ്യർ തന്നെ എടുക്കുന്നു. ദൈവത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം പറയുന്നു, നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സൗഖ്യങ്ങൾക്കും വിജയങ്ങൾക്കും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം, മഹത്വപ്പെടുത്തണം. കാരണം എല്ലാ നന്മകളുടെയും ദാതാവ് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നൽകിയ കുടുംബത്തെ ഓർത്ത് നന്ദി പറയാം, ദൈവം നൽകിയ ജീവിത പങ്കാളി ഓർത്ത് നന്ദി പറയാം, ദൈവം നൽകിയ മക്കളെ ഓർത്ത് നന്ദി പറയാം, ദൈവം നൽകിയ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാം, ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് നന്ദി പറയാം, ദൈവം നൽകിയ രോഗങ്ങളെ ഓർത്ത് നന്ദി പറയാം, നമ്മുടെ ജീവിതം കടന്നു പോകുന്ന തകർച്ചകളെ ഓർത്ത് ദൈവത്തിന് ഈ പുതിയ വർഷത്തിൽ നന്ദി പറയാം. അപ്പോൾ കൃപ കൊണ്ട് നമ്മൾ നിറയും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. 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 മാനസാന്തരപ്പെട്ടതിന് ശേഷം തിരുവചനങ്ങൾ എഴുതുവാൻ വളരെയധികം ആത്മാവിൻ്റെ പ്രേരണ ലഭിച്ച ഒരാളാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുമ്പോൾ, കൈകളിലും കാലുകളിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഒന്ന് തിരിയാനോ മറിയാനോ സാധിക്കാതിരുന്നപ്പോഴും ജയിലിനകത്ത് കിടന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചത് പൗലോസ്ലീഹയ്ക്ക് വലിയൊരു രഹസ്യം, ആത്മീയ രഹസ്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. തകർച്ചകളിലും ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ അഴിയുന്നത്, കെട്ടുകൾ പൊട്ടുന്നത്, ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നത്. ബലഹീനതയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹീതരാകുന്നത്. അതിനാൽ സ്നേഹമുള്ളവരെ, ഈ പുതിയ വർഷത്തിൽ ദൈവം നൽകിയ നന്മകൾക്കും നമ്മൾ കടന്നു പോകുന്ന എല്ലാ വേദനകൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ വർഷം കൂടുതൽ അനുഗ്രഹപ്രദമാക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവർ, ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ബലഹീനതകളിൽ ശക്തി തരുന്ന ദൈവത്തെ നമുക്ക് വിളിച്ചു പാടാം. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 10ാം ക്ലാസ്സിലും +2-ലൊക്കെ പഠിക്കുന്ന അനേകം കുട്ടികളും അവരുടെ കുടുംബങ്ങളും വലിയ ടെൻഷനിലാണ്. അവർ ഉദ്ദേശിച്ചിരുന്ന മാർക്കോ വിജയമോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല, പരീക്ഷകൾ അടുത്ത് നിൽക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയ്ക്കിടയിൽ ലഭിക്കുകയുണ്ടായി. നമുക്ക് പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്കറിയാം, ചൈനയിലൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു മഹാമാരി HMPV എന്ന് പറയുന്ന ഒരു മഹാമാരി, അത് ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും വന്നു. നമുക്കറിയാം, ബാംഗ്ലൂരും ചെന്നൈയിലും ഗുജറാത്തിലും ഒക്കെ HMPV എന്ന് പറയുന്ന മഹാമാരിയുടെ തുടക്കങ്ങളുണ്ടായി. കുട്ടികളിലാണ് അത് കണ്ടിരിക്കുന്നത്. അത് പടരാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചൈനയിലൊക്കെ ആശുപത്രികളൊക്കെ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് കോവിഡ് പോലെ ഇതും പടർന്ന് വീണ്ടും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ ഈ വർഷം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുവാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൂടാതെ മറ്റു പരീക്ഷകൾ എഴുതുന്ന ഒത്തിരി കുട്ടികളുണ്ട്. IELTS, OET, PSC പരീക്ഷകൾ, അതോടൊപ്പം നഴ്സിംഗ് പരീക്ഷകൾ, മറ്റു ഭാഷാ പഠനങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ ഉപരിപഠനത്തിനുള്ള പരീക്ഷകൾ എഴുതുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഈ വർഷത്തെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ. യാക്കോബിന്റെ ലേഖനം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം അധ്യായം 17-ാം തിരുവചനം. 17-ാം തിരുവചനം. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും എല്ലാ കാര്യങ്ങളും ഉന്നതങ്ങളിൽ നിന്ന് മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. കർത്താവായ യേശുവേ, എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. ഉറച്ചു വിശ്വസിക്കുവാനും എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാ തകർച്ചകൾക്കും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തണമേ. ജീവിതത്തിലെ ഉയർച്ചകളിലും നന്മകളിലും ആരോഗ്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ തകർച്ചയിലും രോഗങ്ങളിലും ഒറ്റപ്പെടലിലും പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവകൃപ സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 കരങ്ങളടിച്ച് ശക്തമായി കരങ്ങളടിച്ച് പാടാം. മനമേ സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ. സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ.
കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. ഘോരവൈരിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. ഘോരവൈരിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതരേ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടും ഒരടിപ്പിണരാ തന്നിടും രോഗ സൗഖ്യം, തന്നിടും രോഗ സൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേയോ, സ്തുതികളിലുന്നതരേ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതരേ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഈശോയുടെ നാമത്തിൽ രോഗസൗഖ്യമുണ്ടാകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ സാത്താൻ ദൂരെ പോകട്ടെ. പാപത്തിന്റെ കെട്ടുകൾ, ബന്ധനങ്ങൾ അകന്നു പോകട്ടെ. അത്ഭുത രോഗശാന്തി ഉണ്ടാകട്ടെ കർത്താവിന്റെ നാമത്തിൽ. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരം, നമ്മളെ നയിക്കുന്ന കർത്താവിൻ്റെ കരം, സുഖപ്പെടുത്തുന്ന കരം, അനുഗ്രഹിക്കുന്ന ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരം നമുക്ക് അനുഭവിക്കാം, നമുക്ക് കാണാം. കഴുത്തിലെ കശേരുക്കൾക്ക് തേയ്മാനം, അതുകൊണ്ട് കഴുത്ത് വേദന, ഷോൾഡറിൻ്റെ ഭാഗത്ത് വേദന, അങ്ങനെയൊക്കെ അസ്വസ്ഥതകളുള്ള 9 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെള്ളത്തിൽ വീണ് ഭയപ്പെട്ടു, ആ ഭയം മാറുന്നില്ല. അങ്ങനെയുള്ള 2 പേരെ കർത്താവ് ഭയം നീക്കി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പല പ്രാവശ്യം ഗർഭം ധരിച്ചെങ്കിലും അത് അബോർഷനായി പോകുന്നു.
അങ്ങനെ ഏറെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നു. അവർക്കൊരു കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പല വിവാഹാലോചനകൾ വന്നിട്ടും വിവാഹം നടക്കുന്നില്ല. ഏറെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന 3 പേരുടെ വിവാഹം കർത്താവ് ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കാലാവസ്ഥ മാറ്റത്തിന് ശേഷം അലർജി, തുമ്മൽ, ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഉള്ള 163ഓളം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പല വിധത്തിലുള്ള ഭിന്നതകളും കലഹങ്ങളും ഉണ്ടായിരുന്നു. ഏറെ നാളുകളായി പരസ്പരം മിണ്ടിയിട്ട് അങ്ങനെയുള്ള 37 പേർക്ക് രമ്യതപ്പെടുവാനുള്ള കൃപ ഈശോ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പാമ്പിനെ കണ്ട് ഭയപ്പെട്ട ഒരു വ്യക്തിയുടെ ഭയം നീക്കി ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. 10ാം ക്ലാസ്സിലും +2വിനും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വളരെ ആകുലപ്പെട്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 23ഓളം കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട് വയ്ക്കണമെന്ന വലിയൊരു ആഗ്രഹം ഏറെ നാളുകളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തടസ്സങ്ങളാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നു. വീട് വയ്ക്കാനുള്ള കൃപ ഈശോ ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ശരീരത്തിൽ അമിതമായി രോമവളർച്ച ഉണ്ടാകുന്നു. അതൊരു അസ്വസ്ഥതയായി മാറിയ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. 2 കാൽമുട്ടുകൾക്കും ശക്തമായ വേദനയുള്ള 7 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വശത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നെങ്കിലും പാപകരമായ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് കർത്താവ് 35 പേരോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കേൾവി ശക്തി കുറയുക, കേൾവി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള അങ്ങനെയുള്ള 5 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഫൈബ്രോയിഡ്, ബ്ലീഡിങ്, പീരീഡ്സ് നിന്നു പോവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സഹോദരിമാർ 11 സഹോദരിമാരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുടി കൊഴിഞ്ഞു പോകുന്നതിനാൽ വളരെ അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 3 പേരെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. 2 ക്യാൻസർ രോഗികളെ കർത്താവ് ചേർത്ത് പിടിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന 22 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മതിൽ നിർമ്മാണത്തെ ചൊല്ലി വഴക്കിലായിരിക്കുന്ന 2 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കുറച്ചു സമയം നിൽക്കുകയും ഇരിക്കുകയോ ചെയ്യുമ്പോൾ ശക്തമായ നടുവേദനയുണ്ടാകുന്ന 7 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിക്കുന്നതിനുള്ള ആഗ്രഹം നൽകി കർത്താവ് 13 പേരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തങ്ങളുടെ ജീവിതത്തിലെ വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുന്നു. അവരുടെ വാതിലുകൾ, അവർക്കുള്ള വാതിലുകൾ തുറന്നു കൊടുത്ത് കർത്താവ് 15ഓളം പേരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പല്ലുകൾ ദ്രവിച്ചു പോവുക, മോണയിൽ പഴുപ്പുണ്ടാവുക, അങ്ങനെയുള്ള അസുഖങ്ങളുള്ള
4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കടുത്ത നിരാശയും സങ്കടമൊക്കെ ആയിരുന്ന 74ഓളം പേർക്ക് പുതിയ പ്രത്യാശ നൽകി ഈശോ മുന്നോട്ട് പോകാനുള്ള കൃപ നൽകുന്നു. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1-2 സാക്ഷ്യങ്ങൾ. സാലി പുതുപ്പാടി 9 ആഴ്ച ഇവിടെ വന്ന് നൊവേന കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൻ്റെ വിവാഹം നടന്നു കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും നേർച്ച ഭക്ഷണം കൊടുക്കാമെന്നും നേർച്ച നേർന്നിരുന്നു. താമസിച്ചതിൽ ക്ഷമാപണം ചോദിക്കുന്നു. സാലി പുതുപ്പാടി. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ബീന കണ്ണോത്ത. എൻ്റെ സഹോദരൻ്റെ മകളുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് കഫക്കെട്ടും ചുമയുമായിരുന്നു. കുഞ്ഞിന് പാല് കുടിക്കാനും ഉറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. എനിക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ വലിയ സങ്കടമായി. ഞാൻ വീട്ടിൽ വന്നിട്ട് വിശുദ്ധ അന്തോണീസിനോടും പരിശുദ്ധ അമ്മയോടും ജപമാലയും നൊവേനയും ചൊല്ലി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിന് സൗഖ്യം ലഭിച്ചാൽ സാക്ഷ്യപ്പെടുത്താമെന്നും 3 ആഴ്ച വിശുദ്ധ കുർബാനയിൽ നൊവേനയിലും സംബന്ധിച്ചു കൊള്ളാമെന്നും നേർന്നു. അത്ഭുതം പറയട്ടെ, ഉച്ചയായപ്പോഴേക്കും കുഞ്ഞിന് നല്ല സൗഖ്യം ലഭിച്ചു. കുഞ്ഞ് ഉറങ്ങാനും പാല് കുടിക്കാനും തുടങ്ങി. ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആണിപ്പാടുള്ളവർ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ.
തരണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 മഹത്വം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കുടുംബങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഈശോ കേൾക്കുന്നു. രണ്ട് കുട്ടികൾ നഴ്സിംഗ് പഠനത്തിന് പോയി, പക്ഷേ അവർക്ക് പഠനം വേണ്ടതുപോലെ പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ ബുദ്ധിമുട്ട്, എന്നും കരച്ചിലും ബഹളമാണ്. അങ്ങനെയുള്ള രണ്ട് കുട്ടികളെ അവരുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന ഈശോ കേട്ട് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പല കാര്യങ്ങളും ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന 37ഓളം പേരെ ഈശോ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ധ്യാന കേന്ദ്രത്തിൽ ഏറെ വർഷങ്ങളായിട്ട് പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്ന ലില്ലി ചേച്ചി, നമുക്കറിയാം മഹാറാണി ജ്വല്ലറി അതിൻ്റെ ഉടമസ്ഥരായ അതിലെ ലില്ലി ചേച്ചി വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി ഗൗരവമായിട്ടുള്ള രോഗത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മളുടെ ആ സഹോദരി എല്ലാ ചൊവ്വാഴ്ചകളിലും വന്നും ധ്യാനത്തിനും വന്ന് ഒത്തിരി പ്രേക്ഷിത വേല ചെയ്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു സഹോദരിയാണ്. ആ ലില്ലി ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി ആഹാരം നീങ്ങൾക്ക് തരണമേ. ഞങ്ങളത് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമ്മേ മാതാവേ, ആ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി, അതുപോലെ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.